ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ദൈവത്തിന് സ്തോത്രം, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു സന്ധ്യയുടെ ആമക്കൂട്ട ദൈവപാദപീഠത്തിൽ പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ കൃപ ചെയ്തു. മഹനായി വർഷിപ്പ് സെന്ററിന്റെ ഈ ഫേസ്ബുക്കിന്റെ പ്ലാറ്റ്ഫോമിലൂടെ കടന്നു വന്ന് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളെയും ആമേൻ ഹാലലുയ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാനും ഈ തിരുവചന നിമിത്തം ജീവിതങ്ങൾക്ക് തങ്ങളുടെ വേദനിപ്പിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ നിന്നൊരു വിടുതലും സന്തോഷത്തിന്റെ അനുഭവങ്ങളൊക്കെ പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് തിരുസന്നിധിയിലായിരിക്കും. ഈ രാത്രിക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവത്തിന്റെ മക്കൾക്ക് ക്രിസ്തുയേശുവിൽ ആ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഹാലലുയ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആന്ധ്രയുടെ പ്രദേശത്തായിരുന്നത് അവിടെ നിന്ന് കേരളത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് കൃപയാൽ ഇടയാക്കി തീർത്തു. ദൈവത്തിന്റെ വലിയ കരം അവിടെ നടത്തി. ജോൺസൺ കടലിക്കൽ എന്ന ദൈവദാസൻ കണ്ടുകൊണ്ടിരിക്കുന്നു. വളരെ നന്ദിയുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് ഈ സമയത്ത് തിരഞ്ഞെടുത്തതായ ഒരു വേദവാക്യം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കി ചിന്തിപ്പാത്തക്കവണ്ണം കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ടാണ് ആ വേദഭാഗവുമായി കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കി തീർത്തത്. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. അവിടെ നാം വായിക്കുമ്പോൾ അതിന് ഇപ്രകാരം കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ആ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ കാണുന്നത്, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം മരളി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവൻ സകല ഭയങ്ങളിൽ നിന്നും വിടുവിച്ച ദൈവത്തെ ഒന്ന് ഓർക്കുവാനും ആ ദൈവത്തെ ഒന്ന് വെളിപ്പെടുത്തുവാനുമാണ് ഇന്ന് പകൽക്കാലം ഇങ്ങനെ ഈ സ്ഥിതിയുടെ അമത്തിൽ ഈ തിരുവചന ഭാഗവുമായിട്ട് കടന്നു വരുവാൻ കർത്താവ് കൃപയാൽ ഇടയാക്കി തീർത്തത്. ആ ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ രാത്രിയുടെ യാമത്തിൽ ഒരു ചെറു സന്ദേശം നിന്റെ സന്നിധിയിൽ കർത്താവേ അത് സ്ഥാപിക്കുമ്പോൾ അനേക ജീവിതങ്ങൾക്ക് ആശ്വാസത്തിനും അനുഗ്രഹത്തിനും വിടുതലിനും എല്ലാം വഴി തെളിക്കുന്നതായി തീരുമാനാകണമേ. കർത്താവേ, നിന്റെ കൃപ ധാരാളമായി പകരണം. അവിടുത്തെ ശക്തി അത് നിറയ്ക്കണം. ദൈവപ്രവർത്തിക്കായി ഒരുക്കി ദൈവകൃപ ധാരാളമായി പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൂതന്മാരുടെ കാവലുകൊണ്ട് പരിപാലിക്കണം. പരിശുദ്ധാത്മാവേ, നിന്റെ ശക്തി എളിവനെ നിറയ്ക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ അതിന് നെറ്റ് സംവിധാനത്തിനോ ഇലക്ട്രിസിറ്റിക്കോ ദോഷമൊന്നും വരാതെ കാക്കേണ്ടതിനായും വിനയത്തോടെ പ്രാർത്ഥിക്കുന്നപ്പോൾ നിന്റെ കരുണയും കാവലും ദയയും എല്ലാം കൂടിയിരുന്ന് ബലപ്പെടുത്തുമാറാകണമേ. അതിനായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശക്തി അയക്കണം, ബലം നൽകി മാനിക്കണം, ദയ കൊണ്ട് നിറയ്ക്കണം, കൃപ കൊണ്ട് നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം പറയുക, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഉള്ളതായ വേദവാക്യമാണ് ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുക്കാനിടയായി തീർന്നത്. നമുക്കറിയാം, ഈ വേദവാക്യം നാം വായിച്ചപ്പോൾ തന്നെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ആകീഷിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ദൈവത്തിന്റെ സ്തോത്രം. ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായ വേദനിപ്പിക്കുന്ന അനുഭവമാണ്. ശമൂവേലിന്റെ 1-ാം പുസ്തകം 21-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വേദവാക്യം വായിക്കുമ്പോൾ നമുക്കുണ്ട് 10 മുതൽ 15 വരെയുള്ള വേദവാക്യങ്ങളിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണുമ്പോൾ തക്കവണ്ണം ഇടയായിത്തീരും. അവിടെ താൻ അഭയാർത്ഥ ആത്മറായി പോകുന്ന അനുഭവത്തെ
നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എന്താണ് അവിടെ സംഭവിച്ചത്? ഇവിടെ കടന്നുപോയി. ദൈവത്തിന്റെ സ്തോത്രം. ദാവീദ് രാജാവാണെന്ന് അവിടെ ചില ഭക്തന്മാർ രാജാവിനെ ഓർപ്പിക്കാൻ ഇടയായി തീർന്നു. അവിടെ പറഞ്ഞത് ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് ആർത്തു പാടിയ ആ ഗാനത്തിന്റെ വല്ലവികളെ അവർ ഓർപ്പിക്കാൻ ഇടയായി തീർന്നു. ആ ദാവീദാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദാവീദ് ഇവിടെ വന്നിരിക്കുന്നെങ്കിലും ദാവീദ് ഇങ്ങനെ ഒരു പ്രത്യേക രൂപത്തിൽ ഒരു ഭ്രാന്തന്റെ അനുഭവം താൻ പുലർത്തുന്നു എന്ന് മാത്രമല്ലാതെ അതിനപ്പുറത്തൊന്നുമില്ല എന്ന് പറയാൻ ഇടയായി തീർന്നു. രാജാവ് ആമേൻ ഖാലിദ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്റെ ഈ രാജ്യത്തിൽ ഭ്രാന്തന്മാരില്ലാഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരുത്തനെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചോദിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നതായി നമുക്ക് കാണാം. ദൈവത്തിന് സ്തോത്രം, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഏതായിരുന്നാലും ദാവീദ് അവിടുന്ന് ലഭിച്ച സമയം കൊണ്ട് ഒരു ഭ്രാന്തനായിട്ട് അഭിനയിച്ചു എങ്കിലും ദാവീദിനെ അവിടുന്ന് പറഞ്ഞയക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം ഇടയാകുന്നത് അഭയത്തിന് വേണ്ടി ഓടിച്ചെന്നെടുത്ത് കടന്നു ചെന്ന് നിൽക്കുവാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ആയിരിക്കുന്ന ദാവീദിന് വന്നു ഭവിച്ചതായ അനർത്ഥങ്ങളിൽ താൻ ഓർത്തുകൊണ്ട് പാടിയ പാട്ടാണ് ഇവിടെ നമുക്ക് കാണുവാനിടയായി തീർന്നത്. ആ സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യമാണ് ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നത്. ഈ എളിയവർ നിലവിളിച്ചു, കേട്ടു, എന്റെ സകല കഷ്ടങ്ങൾ വിട്ടുവെച്ചു എന്ന്, സകല ഭയങ്ങൾ വിട്ടുവെച്ചു എന്ന് നമുക്കവിടെ കാണുവാനിടയായി തീരും. ഇന്ന് എല്ലാ ജീവിതങ്ങൾക്ക് ഏതെല്ലാം ജീവിതങ്ങളുണ്ടോ അതൊക്കെ ജീവിതത്തിൽ ഇന്ന് ഭയമാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. എങ്ങനെ ആ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നോർത്ത് പലരും വേദനപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനിടയായി തീരും. നമുക്കൊരു പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ഭയമാണ്. അവൻ കുഞ്ഞുങ്ങൾ പറയും ഞാൻ നന്നായി പഠിച്ച് നന്നായി എഴുതി അതുകൊണ്ട് അങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ എത്ര പറഞ്ഞാലും അവരുടെ മാതാപിതാക്കൾക്ക് അറിയാം അവരേത് നിലകളിലാണ് പഠിക്കുന്നത്, അവരുടെ സ്ഥിതി എന്താണ് എന്നെല്ലാം അറിയുന്നത് കൊണ്ട് അവർക്കുള്ളിൽ ഭയമാണ്. പരാജയപ്പെടുമോ വിജയിക്കുമോ എന്നെല്ലാം ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കുടുംബജീവിതത്തിൽ നടുവിൽ നോക്കിയാലും ഭയമാണ്. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ഇങ്ങനെയൊക്കെ ഭയത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു ചെന്നിരുന്നാലും ദാവീദ് പറയുന്നത് എന്റെ ഉള്ള യഹോവയിൽ പ്രശംസിക്കുന്നു, ഇവർ അത് കേട്ട് സന്തോഷിക്കുന്നു എന്ന്. ആമേൻ. ഹാലലൂയ. ഭയത്തിന്റെ നടുവിലും സന്തോഷത്തിന്റെ അനുഭവത്തെ ഉരുവിടുവാൻ തക്കവണ്ണം ദാവീദിന് സാധിച്ചു എന്നുള്ളതിൽ അതിശയോക്തിയൊന്നുമില്ല. കാരണം ദാവീദ് പൂർണ്ണമായി ദൈവത്തിന്റെ മുന്നിൽ തന്നെ സമ്പൂർണ്ണമായ ഒരു സമർപ്പണത്തോടു കൂടി കടന്നു പോകുന്നത് കൊണ്ടാണ് തന്റെ ജീവിതത്തിന് ഏതെല്ലാം പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ അവിടെ എല്ലാം വിടുവിച്ച ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ നമുക്ക് കാണുവാൻ തക്കവണ്ണം വിടുക. അതുകൊണ്ട് അതാ സന്തോഷിക്കാനിടയായി തീർന്നത്. അത് തന്നെയാണ് ദാവീദ് പറയാം, എന്നോട് ചേർന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യഹോവയെ മഹിമപ്പെടുത്തുവീൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. അല്ല ഞാൻ മാത്രമായിട്ട് ഉയർത്താനല്ല, എനിക്ക് മാത്രം ആ അനുഗ്രഹം പ്രാപിച്ചാൽ പോരാ, ഞാൻ മാത്രം സന്തോഷിച്ചാൽ പോരാ. നമുക്ക് എല്ലാവർക്കും ഇന്ന് സന്ധ്യയുടെ യാമത്തിൽ എന്നെ കേൾക്കുന്നവരെ നമുക്ക് ദൈവത്തെ ഉയർത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവസരം കിട്ടുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാതെ ഒന്നിച്ച് നിന്നുകൊണ്ട് അവൻ ആശിഷ്യുകൾ കാണുന്നു. അവൻ രജനിരാജൻ സന്നി കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരെയും ഓർത്ത് വളരെ നന്ദി. ക്കുന്ന അവസരങ്ങളൊക്കെ നാം വേണ്ടും വേണ്ട ഉപയോഗിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ എന്നും ആനന്ദത്തിന് കാരണമായി തീരും. ഏതെല്ലാം കഷ്ടങ്ങൾ നേരിട്ട് ഇന്നത്തെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ നമുക്ക് 3 നിലത്തുകളിൽ ഭയത്തെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഹല്ലേലൂയ. ഒന്ന്, ഇവിടെ ഭയത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുക. നമുക്കറിയാം ഹല്ലേലൂയ. സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് ഭയപ്പെടുത്തുക, അല്ലെങ്കിൽ നിരാശ കൊണ്ടുവരിക, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാനസികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടുവന്ന് തകർക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം സാത്താൻ കൊണ്ടിരുന്ന തന്ത്രങ്ങളാണ്. അവിടെയാണ് അങ്ങനെയുള്ള ഭയത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. രണ്ടാമത്, ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്ന് ഓർത്ത് വേദനപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. മൂന്നാമത്, മറ്റൊരു ഭാഗത്തേക്ക് നാം ചിന്തിക്കുമ്പോൾ കഷ്ടതയുടെ കോട്ടയിൽ നിന്ന്
ആമേൻ വിടുതൽ പ്രാപിക്കണം. ഇതെല്ലാം എങ്ങനെ സാധിക്കും? അതെല്ലാം സാധിക്കണമെങ്കിൽ ദൈവത്തെ കൊണ്ട് മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കലായിട്ട് ദാവീദിന്റെ ജീവിതത്തിൽ തന്റെ ആ ഭാര്യയുടെ അപ്പൻ അല്ലെങ്കിൽ ശൗൽ രാജാവ് തന്നെ കൊന്നുകളയാൻ താല്പര്യപ്പെട്ടപ്പോൾ അതിനുവേണ്ടി അവന് കൊന്നുകളയുവാൻ തക്കവണ്ണം തന്നെ വൃത്തിസേവകരെ പറഞ്ഞയച്ചപ്പോൾ ആ രാത്രികാലം ഉറങ്ങാൻ കിടന്ന ദാവീദിനെ കിളിവാതിലൂടെ പുറത്തുവിട്ട് വീട്ടിൽ തന്നെ രക്ഷിച്ചതായ അനുഭവം ജീവിതത്തിന്റെ അനുഭവത്തിലുണ്ട്. അവിടെയും താൻ രക്ഷപ്പെടുന്നതായിട്ട് കാണുവാനിടയായിത്തീരും. ഏതെല്ലാം സന്ദർഭങ്ങൾ തന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ അവിടെ എല്ലാം തന്റെ ജീവിതത്തിൽ രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങളെ കർത്താവ് ഒരുക്കി അവിടുന്ന് രക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ മക്കളെ സംബന്ധിച്ച് ഭയപ്പെടാനോ അല്ലെങ്കിൽ നിരാശപ്പെടാനോ കാര്യമില്ല. കാരണം അവർക്ക് വേണ്ടതെല്ലാം നൽകി കൊടുക്കുന്നു. മാത്രമല്ല ജയത്തിനുള്ള വഴിയും അവിടുന്ന് എല്ലാം വിടുവിക്കുക. മാത്രമല്ല കുടുംബത്തിലെ പ്രശ്നങ്ങൾ വന്നാൽ അവിടുന്ന് രക്ഷിക്കുന്നു. കഷ്ടതയുടെ നന്മയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് വിടുവിക്കുന്നു. എല്ലാം നമ്മുടെ കർത്താവിനാൽ സാധ്യമായി തീരും എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ആമേൻ. അവരുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. വിടുതൽ നൽകുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം, അല്ലെ? അവൻ കർത്താവ് തരുന്ന ഓരോ സമയത്തുള്ള വിടുതല് ആരും മൗനമായിട്ടിരിക്കുന്നില്ല. വിടുതല് പ്രാപിച്ചവരൊക്കെ ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിക്കൊണ്ടായിരിക്കുന്നത്. ഒരു കൂട്ടര് പറഞ്ഞാൽ ഒന്ന്, നമുക്ക് ആരാധനകളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ. രണ്ടാമത് ആമേൻ ഹാലേലിയ നന്ദി കരേറ്റ് ആമേൻ ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായിത്തീരും. ആരാധനയ്ക്ക് യോഗ്യനാകുന്നവൻ അവൻ നമ്മെ അവൻ വിടുവിച്ചത് കൊണ്ട് കഷ്ടങ്ങളുടെ നടുവിൽ വീണ് വേദനപ്പെട്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്നോർത്ത് വേദനപ്പെടുമ്പോഴില്ല, അതിന് നടുവിൽ നിന്ന് വിടുവിക്കും എന്നുറച്ചുകൊണ്ട് നാം അവന്റെ സന്നിധി ഇരിക്കുമ്പോൾ നമുക്ക് ആരാധിപ്പാനിടയായിത്തീരും, നമുക്ക് സന്തോഷിക്കാനിടയായിത്തീരും. കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന വിടുതൽ കണ്ടുകൊണ്ട് നാം വെറുതെ മൗനമായിരിക്കുന്നില്ല. കർത്താവെ വിളിച്ചതിനാ നന്ദി, കർത്താവെ ഞങ്ങളെ സഹായിച്ചതിനാ നന്ദി, കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി വഴി തുറന്നതിനാൽ, അല്ലെ? അങ്ങനെയൊക്കെ എത്രയോ സന്ദർഭങ്ങളിൽ ദൈവത്തെ നന്ദി കരയേറ്റുവാൻ നമുക്ക് അവസരങ്ങൾ ലഭിക്കുന്നു. അങ്ങനെ ലഭിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നാം പാഴാക്കാനല്ല. ആമേൻ ഹാലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം നല്ല ആരാധനക്കാരായി, നല്ല പ്രാർത്ഥനക്കാരായി, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി ദിവസം തോറും അവനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവത്തിലായിരിക്കാനാണ് കർത്താവ് ആമേൻ ഹാലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്കറിയാം. ആരാധനകളെ കുറിച്ച് നാം പറയുമ്പോൾ യേശു കർത്താവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവന്റെ സന്നിധിയിൽ നിൽക്കുന്ന സിറാഫുകളെ നോക്കിയാൽ അവരെപ്പോഴും ഇങ്ങനെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, അവിടെ എന്താ? യേശു കർത്താവിന്റെ യഹോവയാകും ദൈവത്തിന്റെ യോഗ്യത പറഞ്ഞുകൊണ്ടാ, ക്രിസ്തുവിന്റെ യോഗ്യത പറഞ്ഞുകൊണ്ടാ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അവിടെ പറയുന്നത് സൈനികരുടെ ദൈവമായ യഹോവേ, പരിശുദ്ധൻ 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 എന്നിങ്ങനെ സറാഫുകൾ ഓരോരുത്തർ മറ്റൊരുത്തരോട് പറയുക, അവൻ അടുത്തവരോട് പറയുക ചെയ്യുന്നത്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമുക്ക് നൽകുന്ന ഉപകാരങ്ങളെ ഓർക്കുമ്പോഴും നാം നമ്മുടെ ദൈവത്തെ ഇതേപോലെ മഹത്വപ്പെടുത്തുന്നവരും സ്തുതിക്കുന്നവരുമായി തീരുവാൻ നിശ്ചയമായിട്ടും ഇടയായി തീരണം. അതാണ് നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് സ്തുതികളിന്മേൽ വസിക്കുന്നവനാകുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അവൻ സ്തുതികളിന്മേൽ വസിക്കുന്നവനാ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് അവന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ അതാണ് നാം ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും കൊണ്ട് ദൈവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നതും, അല്ലെങ്കിൽ ഭവനത്തിൽ ആരാധനയ്ക്ക് വേണ്ടി മുട്ടുമടക്കുമ്പോഴേക്ക് സ്തുതിക്കുന്നതും. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ. ആമേൻ ഹല്ലേലൂയ. അവിടെ സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്, നീ പരിശുദ്ധനാകുന്നുവല്ലോ. സഹാബികൾ പറഞ്ഞപ്പോ പരിശുദ്ധൻ 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 എന്ന് അവരൊരുവൻ മറ്റൊരുവരോട് ആർത്ത് പറയുകയും ചെയ്യും. ഇവിടെ പറയുന്നത് ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ. നാം എല്ലാം ആത്മീയ ഇസ്രായേൽ അല്ലേ? നമുക്ക് മൗനമായിരിക്കുവാൻ സാധിക്കുമോ? നാം ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്ത് ചെല്ലുമ്പോൾ അല്ല, നമ്മുടെ യാത്രാവേളകളിൽ, നമ്മുടെ ഇടപാടുകളിൽ,
ഏതെല്ലാം പ്രവൃത്തികൾ നാം ചെയ്യുന്നുണ്ടോ ആ സന്ദർഭത്തൊക്കെ നാം ദൈവത്തെ സ്തുതിക്കുന്നില്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് ക്ഷീണമല്ല വരുന്നത്, മറിച്ച് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ ആനന്ദമുളവാകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. അതെ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നാം എത്തിച്ചേരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ വാർദ്ധക്യത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുന്ന പത്രോസിനെ സംബന്ധിച്ച് ആ യഹോവ കർത്താവാകുന്ന യേശു കർത്താവ് ഒരിക്കലിങ്ങനെ പ്രസ്താവിപ്പാൻ ഇടയായി തീർന്നു. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലാണ് അത് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഹല്ലേലൂയ. അതിന്റെ 18-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. അവിടെ പറഞ്ഞിരിക്കുന്നത്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരവെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു, വയസ്സായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. യൗവനക്കാരനായിരുന്നപ്പോൾ ഇഷ്ടമുള്ളിടത്തൊക്കെ പോകാൻ മനസ്സ് തോന്നി, അവിടെ എല്ലാം പോയി. എന്നാൽ ഹല്ലേലൂയ, ഇതെല്ലാം കഴിഞ്ഞ് പ്രായമായി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നീ വയസ്സനായി കഴിഞ്ഞപ്പോൾ നിനക്ക് അതിന്റെ വസ്ത്രം ധരിക്കാനോ അര മുറുക്കാനോ ആമെ ചെരുപ്പിടാനോ വടിയെടുത്ത് പിടിക്കാനോ ഒന്നും സാധിക്കാത്തൊരു സാഹചര്യം വന്നപ്പോൾ നീ കൈ നീട്ടി മറ്റൊരുവൻ നിന്റെ കരത്തിന് പിടിച്ചു, അവൻ നിന്നെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിടത്തേക്ക് നിന്റെ കൊണ്ടുപോകുന്ന ഒരു കാലമുണ്ട് എന്ന് പറയുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ, വായുസുള്ളപ്പോൾ, ബലമുള്ളപ്പോൾ, ശക്തിയുള്ളപ്പോൾ ആമേൻ യൗവനക്കാരെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. വിരുദ്ധ സൃഷ്ടാവിനെ ഓർക്കുക, അവനെ സ്തുതിക്കുക. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നാം ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നെങ്കിൽ അത് ഏറ്റവും ആനന്ദമുളവാക്കുന്നതാണ്. ഹല്ലേലൂയ. നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ അനുഭവം. ദാവീദ് ആരാധിച്ച് നൃത്തം ചെയ്തതായിട്ട് കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നുണ്ട്. അവന്റെ പിടിക്കപ്പെട്ട പെട്ടകം ഹല്ലേലൂയ അതിന്റെ ഭവനത്തിൽ 3 മാസം ഇരുന്നു. ആമേൻ. ഹല്ലേലൂയ. ദാഗോന്റെ ക്ഷേത്രം തകർക്കപ്പെട്ടു. അതിനുശേഷം അവിടെ വന്ന് യഹോവയുടെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടത് കൊണ്ട് അവിടുന്ന് കൊണ്ടുവരണമെന്ന് ദാവീദിന് താല്പര്യം തോന്നിയിട്ട് ദൈവത്തിന് സ്തോത്രം പുരോഹിതന്മാരെ കൊണ്ടുവന്നു. ഏത് നിലകളിലാണ് പെട്ടകം ചുമക്കേണ്ടത് എന്ന് ആലോചിച്ച് മനസ്സിലാക്കി ചോദിച്ച് അതിന് പ്രകാരം പെട്ടകം തണ്ടിൽ മേൽ വെച്ച് ആമേൻ പുരോഹിതന്മാർ ചുമന്നുകൊണ്ട് വരുമ്പോൾ കാഹളമൂതുമ്പോൾ പ്രൈസ് ദി ലോർഡ് യെരൂശലേം പുത്രിമാർ നോക്കി നിൽക്കെ ആമേൻ ദാവീദ് പ്രൈസ് ദി ലോർഡ് നേർമയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പെട്ടകത്തിന്റെ മുമ്പിൽ നൃത്തം ചെയ്യുന്നതായി കാണുവാനിടയായി തീരും. ആമേൻ. അവന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്ത ദൈവത്തിന് ദാവീദിന്റെ നഗരത്തിലേക്ക് യഹോവയുടെ പെട്ടകം വരുമ്പോൾ ദാവീദ് മൗനമായിരുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. ദാവീദ് മൗനമായിരിക്കാതെ പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന, ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് കാണുവാനിടയായി തീരും. ആമേൻ. ദൈവത്തെ ഉയർത്തുവാൻ, ക്രിസ്തുവിനെ വഹിക്കുവാൻ, ക്രിസ്തുവിനെ ഉയർത്തുവാൻ അനുമതി ലഭിച്ച പ്രിയമുള്ളവരെ നമ്മൾ ആരും വെറുതെ ഇരിക്കുവാൻ ഇടയാക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇതിലും കണ്ടുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഈ രാത്രികാലം ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കും. ചെറിയ സന്ദേശത്തിന് വേണ്ടി മാത്രമാണ്. കഴിഞ്ഞ ശനിയാഴ്ച ഒരു സന്ദേശം ചെയ്യണമെന്ന് വിചാരിച്ച് സാധ്യമായില്ല. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ ഇന്നെന്ത് വന്നാലും ഒരു സന്ദേശം ചെയ്യണം എന്ന പകരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതനുസരിച്ച് ഒരു ചെറിയ സന്ദേശം നൽകുവാൻ തക്കവണ്ണം വേണ്ടിയായി തീർന്നു. കർത്താവ് അനുവദിച്ച തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവവചനം ഇതേപോലെ ഘോഷിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. ആമേൻ. കർത്താവിന്റെ മക്കളെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. ഞാനും പ്രാർത്ഥിക്കും. നിങ്ങളെല്ലാം കർത്താവ് ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ആമേൻ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, നന്ദിയോട് സ്തോത്രം. അവിടുത്തെ കൃപയും കരുണയും കാവലും എല്ലാം ഞങ്ങൾക്കായി തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു.
ഇതുവരെ മാനിച്ച് വഴി നടത്തിയ ദൈവമേ, ആമേൻ. അല്പസമയം കരണ്ട് പോയെങ്കിലും ആമേൻ, ഹല്ലേലൂയ, തടസ്സമൊന്നും കൂടാതെ അങ്ങേ ഉയർത്തുവാൻ കർത്താവ് കൃപ ചെയ്തത് കൊണ്ട് വാഴ്ത്തുന്നു. നിന്റെ ദൈവം, നിന്റെ കൃപയും നിന്റെ കരുണയും കാവലും കൂടിയിരിക്കണം. അനുഗ്രഹിച്ച് വഴി നടത്തണം. ദൈവ പ്രവർത്തിക്കാൻ ഒരുക്കണം, ശക്തിയാ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപ കൂടിയിരിക്കട്ടെ. ഓ,